സോ ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നമുക്കിന്ന് MCQസിൻ്റെ ഡിസ്കഷനാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ റിപ്ലൈ ചെയ്യുക. പൾസസ് ഡിസ്വേരിയൻസ് ഈസ് സീൻ ഇൻ ഓൾ എക്സെപ്റ്റ് ഓപ്ഷൻ എ aortic regurgitation plus aortic stenosis, aortic regurgitation, then hypertrophic cardiomyopathy and tetralogy of Fallot. ആൻസർ എന്താണ്? D. C. ഡി. സി. D. വേറെ ഏതെങ്കിലും ഓപ്ഷൻ? D. ഡി. A. ഓപ്ഷൻ എ. ഡിസ്പെറിൻ. ഹലോ, പൾസസ് ഡിസ്പെറിയൻസ് എന്തായിരുന്നു? Biphasic pulse. കേട്ടില്ല, ഒന്നുകൂടി പറയാമോ? Biphasic pulse ആണ്. ബൈഫേസിക് പൾസ് ആണ് അല്ലേ? ബൈഫേസിക് പൾസ് എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് ഇജക്ഷൻ ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു വലിയ വേവ് പിന്നെ ഒരു ചെറിയ വേവും കൂടി നമുക്ക് ഇടയ്ക്കൊരു സിസ്റ്റോളിക് ഡിപ്പൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരുന്നു ഈ പൾസസ് ഡിസ്പെറിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അപ്പോൾ 2 സിസ്റ്റോളിക് വേവ്സ് ആണ് നമുക്ക് ഡിസ്പെറിയൻസ് പൾസിൽ കിട്ടുന്നത്. ഓക്കെ, ഡൈക്രോട്ടിക് പൾസ് എന്തായിരുന്നു? Two palpable ഡൈക്രോട്ടിക് പൾസ്. pulsation. ടു പാൽപ്പബിൾ പൾസേഷൻ. Two waves. ഓക്കെ, അതാണ് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് ഡോക്ടർ. ടു വേവ്സ് നമുക്ക് കിട്ടും. ഒന്ന് സിസ്റ്റോളിലും ഒന്ന് ഡയസ്റ്റോളും ആണ്. ഡിസ്പെറിയൻസ് പൾസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റോളിൽ തന്നെ പൾസസ് ഒന്നും കേൾക്കുന്നില്ല മാഡം. കേൾക്കാമോ? ഹലോ, ഹലോ, ഓഡിബിൾ ആണോ എന്ന് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണേ. Not audible.
ഇപ്പോഴോ? ഹലോ, ഇപ്പൊ കേൾക്കാം. കേൾക്കാം ഡോക്ടർ. സ്ലൈഡ് ഏതാ കാണുന്നത്? പൾസസ് ഡിസ്പെരിയൻസിന്റെ സ്ലൈഡ് തന്നെയാണോ? യെസ് ഡോക്ടർ, അത് തന്നെയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ പൾസസ് ഡൈക്രോട്ടിക് പൾസും പറഞ്ഞു, പൾസസ് വിസ്പെരിയൻസും പറഞ്ഞു. പൾസസ് ഓൾട്ടറൻസ് എന്തായിരുന്നു? ഹലോ. Alternate strong and weak pulse. സ്ട്രോങ് ആൻഡ് ഓഡിബിളാണ്. വീക്ക് പൾസ് അല്ലേ? അപ്പൊ അത് നമുക്ക് ഏതിലാണ് കൂടുതലായിട്ടും കാണുന്നത്? ഏത് കണ്ടീഷനിലാണ് പൾസസ് ഓൾട്ടറൻസ് കാണുന്നത്? ഏത് കണ്ടീഷനിലായിരുന്നു പൾസസ് ഓൾട്ടറൻസ്? ഹാർട്ട് ഫെയിലിയർ അല്ലേ? ബേസിക്കലി നമുക്ക് ലെഫ്റ്റ് ഹാർട്ട് ഫെയിലിയറിലാണ്. അപ്പൊ അതിലേക്ക് ലീഡ് ചെയ്യുന്ന എല്ലാ കണ്ടീഷൻസിലും നമുക്ക് പൾസസ് ഓൾട്ടറൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എ പറഞ്ഞു, സി പറഞ്ഞു, ഡി പറഞ്ഞു. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഡി. ഓക്കെ, ടെട്രലോഗി ഓഫ് ഫാലറ്റ് ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ബാക്കി എല്ലാ കണ്ടീഷനിലും നമ്മൾ പൾസസ് വിസ്പെരിയൻസ് ഉണ്ട് എന്ന് പഠിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ പൾസസ് വിസ്പെരിയൻസ് നമുക്കിനി ബെസ്റ്റ് പാൽപ്പബിൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രേക്കിയൽ ആർട്ടറിയിലാണ്. ബ്രേക്കിയൽ ആർട്ടറിയിലാണ് നമുക്കത് ബെസ്റ്റ് പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ വാട്ട് അബൌട്ട് പൾസസ് ഓൾട്ടറൻസ്? ഓൾട്ടറൻസ് നമുക്ക് എവിടെയാണ് ശരിക്കും പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ബെസ്റ്റ് പാൽപ്പബിൾ അറിയാമോ? പൾസസ് ഓൾട്ടറൻസ് നമുക്ക് ബെസ്റ്റ് പാൽപ്പബിൾ എന്ന് പറഞ്ഞാൽ റേഡിയൽ ആൻഡ് ഫിമറൽ ഏരിയയിലാണ് കേട്ടോ. അതിലാണ് നമുക്ക് ബെറ്റർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൾസസ് പാരഡോക്സസ് ഈസ് പ്രസന്റ് ഇൻ ഓൾ എക്സെപ്റ്റ് ആണ്. എ എംഫൈസിമ, ബി പൾമിനറി എംബോളിസം, സി ഹൈപ്പോവോളീമിക് ഷോക്ക് ആൻഡ് ഡി ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി. ഏതാണ് ആൻസർ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? പൾസസ് പാരഡോക്സസ് എന്തായിരുന്നു എന്നൊന്ന് ആദ്യം പറഞ്ഞേ. ഹലോ, കേൾക്കുന്നുണ്ടോ? ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസ്. ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസ് അതായിരുന്നു പൾസസ് Systolic pressure പാരഡോക്സസ്. നല്ലോണം കുറയാതെ ഇൻസ്പിറേഷൻ. സിസ്റ്റോളിക് പ്രഷർ നല്ലോണം കുറയുന്നത് അല്ലേ? അപ്പൊ നോർമലി നമുക്ക് സിസ്റ്റോളിക് പ്രഷർ കുറയും ഇൻസ്പിറേഷന്റെ സമയത്ത്. അത് അക്സെന്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഗ്രവേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പൾസസ് പാരഡോക്സസ് പറഞ്ഞത്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു ഹാർട്ടിന് കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷൻസിലാണ് ഇത് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ വരിക? ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറഞ്ഞോ. ഡി. ഏതാണ്? ഡി. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? എല്ലാരും ഡിയിലാണോ ഉറപ്പിച്ചിരിക്കുന്നത്? വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ? എംഫൈസിമ. പിന്നെ അപ്പൊ എംഫൈസിമയായി ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി. ഇനി വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഡി ആണ് കറക്റ്റ് ആൻസർ. എംഫൈസിമയും ആസ്മയും ഒക്കെ നമുക്ക് പൾസസ് പാരഡോക്സസ് ഉണ്ടാക്കുന്ന കണ്ടീഷൻസ് തന്നെയാണ്. പിന്നെ നമ്മൾ പഠിച്ചത് സുപ്പീരിയർ വീന കാവൽ ഒബ്സ്ട്രക്ഷൻ, കാർഡിയക് ടാംപോണൈഡ്, കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റിസ്, ഇതൊക്കെയാണ് നമ്മൾ മറ്റ് കണ്ടീഷൻസ് പഠിച്ചത് അല്ലേ? എന്താ പറയുക, സിസ്റ്റോളിക് ബി പി ഓൾറെഡി കുറയേണ്ടതാണ്, അത് പിന്നെയും കുറയുന്നതിനെയാണ് നമ്മൾ പൾസസ് പാരഡോക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പോവോളീമിക് ഷോക്കിലൊക്കെ നമുക്ക് എന്താ പറയുക, സിസ്റ്റോളിക് ബി പി കുറവായിരിക്കും, കാരണം ബ്ലഡ് വോളിയം കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റോളിക് ബി പി കുറവായിരിക്കും. സോ ആ കണ്ടീഷനിൽ നമുക്ക് പൾസസ് പാരഡോക്സസ് കിട്ടാം. അതിന്റെ ആൻസർ പറഞ്ഞാൽ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി ആണ്.
അപ്പൊ ഇത് ഒരു നോർമൽ ഫിനോമിനാണ്. പക്ഷെ ആ നോർമൽ ഫിനോമിൻ അഗ്രഗേറ്റ് ചെയ്യുന്നത് അല്ലെ, അഗ്രഗേറ്റ് ചെയ്യുന്ന കണ്ടീഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേറൊരു പേരും കൂടി പറയും, പൾസസ് നോർമാലിസ് അഗ്രഗൻസ്. ഓക്കെ, അങ്ങനെ ഒരു പേരും കൂടി ഇതിനുണ്ട്. ഇനി ഈ പൾസസ് പാരഡോക്സസ് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ്, അതായത് ഡിസീസ് കണ്ടീഷൻസ് ഒന്നും അല്ലെങ്കിൽ നോർമലി വരുന്നത് ഒബിസിറ്റിയിലും അതുപോലെ തന്നെ പ്രഗ്നൻസിയിലുമാണ്. അപ്പൊ ഈ രണ്ട് സിറ്റുവേഷനും കൂടി പൾസസ് പാരഡോക്സസ് കിട്ടാം. ഓക്കെ, pulsus paradoxus is characteristic of hello hello Yes, doctor. ഇതിന്റെ ആൻസർ അറിയാമോ? പൾസസ് പാരഡോക്സസ് ഏത് നമ്മൾ ഒരുപാട് കണ്ടീഷൻസ് പറഞ്ഞു, അതിൽ കൂടുതലും നമുക്ക് ഏത് കണ്ടീഷനിലാണ് പൾസസ് പാരഡോക്സസ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത് വെച്ചാൽ കാർഡിയക് ടാംപോണൈഡിലാണ് കേട്ടോ. അപ്പോൾ 98% പേഷ്യൻസിലും നമുക്ക് കാർഡിയക് ടാംപോണൈഡ് ഉള്ള പേഷ്യൻസിൽ നമുക്ക് പൾസസ് പാരഡോക്സസ് കിട്ടും. ഓക്കെ, so next question, double apical impulse is seen in mitral regurgitation, aortic regurgitation, aortic stenosis, mitral stenosis. Double apical impulse. ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറഞ്ഞോളൂ. ബി. അയോട്ടിക് regurgitation. വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ആൻസർ അയോട്ടിക് സ്റ്റീനോസിസ് ആണ് കേട്ടോ. അയോട്ടിക് സ്റ്റീനോസിസിലാണ് ഡബിൾ എപ്പിക്കൽ ഇമ്പൾസ് കാണുന്നത്. അയോട്ടിക് സ്റ്റീനോസിസ് ആൻഡ് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി, ഈ രണ്ട് സിറ്റുവേഷൻസിലാണ് നമുക്ക് ഡബിൾ എപ്പിക്കൽ ഇമ്പൾസ് കിട്ടുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈഡ് പൾസ് പ്രഷർ ഈസ് സീൻ ഇൻ ഓൾ എക്സെപ്റ്റ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെന്നാണ് തോന്നുന്നത്. വൈഡ് പൾസ് പ്രഷർ. ഓക്കെ, വൈഡ് പൾസ് പ്രഷർ കാണാത്ത സിറ്റുവേഷൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. AR, PDA, okay, PDA, then complete heart block, congestive heart failure. ഇതിൽ ഏതിലാണ് വൈഡ് പൾസ് പ്രഷർ ഈസ് സീൻ ഇൻ ഓൾ എക്സെപ്റ്റ്? പൾസ് പ്രഷർ എന്തായിരുന്നു? പൾസ് പ്രഷർ Difference between systolic and diastolic. സിസ്റ്റോളിക്കിനും ഡയസ്റ്റോളിക്കിനും ഇടയിലുള്ള ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ പൾസ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ പൾസ് പ്രഷർ വൈഡ് ആയിട്ട് കിട്ടാം, ചിലപ്പോൾ പൾസ് പ്രഷർ നാരോ ആയിട്ട് കിട്ടാം. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് കണ്ടീഷനിലാണ് നമുക്ക് നാരോ പൾസ് പ്രഷർ കിട്ടുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അയോട്ടിക് റിഗർജിറ്റേഷൻ ആണോ, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് ആണോ, കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് ആണോ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണോ? സിസ്റ്റോളിക്കിന്റെ ഡയസ്റ്റോളിക്കിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറഞ്ഞിരിക്കുന്ന. ഓക്കെ, Aortic regurgitation. അയോട്ടിക് റീഗർജിറ്റേഷൻ എന്തുകൊണ്ടാണ്? Wide അല്ലേ ഡോക്ടർ ചോദിച്ചേ? വൈഡ് പൾസ് പ്രഷർ ഈസ് സീൻ ഇൻ ഓൾ എക്സെപ്റ്റ് ആണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ആണ് ഞാൻ ചോദിച്ചത്. അയോട്ടിക് റീഗർജിറ്റേഷൻ എന്തുകൊണ്ടാണ് വരുന്നത്?
ജസ്റ്റ് ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നതാണ് കേട്ടോ. എന്തുകൊണ്ടാണ് വൈ? സിസ്റ്റോളിക് പ്രഷർ കുറയുന്നോണ്ടാണോ? അയോട്ടിക് റിഗർജിറ്റേഷനിൽ വൈഡ് പൾസ് പ്രഷർ ആണോ നാരോ പൾസ് പ്രഷർ ആണോ? അത് ആദ്യം പറയാമോ? അയോട്ടിക് റിഗർജിറ്റേഷനിൽ നമുക്ക് വൈഡ് പൾസ് പ്രഷർ ആണ് കിട്ടുന്നത്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അയോട്ടിക് സ്റ്റീനോസിസിലെ നാരോ പൾസ് പ്രഷർ ആണ്. ഓക്കെ, അപ്പോൾ വൈഡ് പൾസ് പ്രഷർ എന്തുകൊണ്ടാണ് അയോട്ടിക് റിഗർജിറ്റേഷനിൽ വരുന്നതെന്ന് ചോദിച്ചാൽ റീഗർജിറ്റേഷൻ ആണ് അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു വിടുന്ന ബ്ലഡ് മൊത്തം പുറത്തേക്ക് പോകുന്നില്ല, പിന്നെ ബാക്ക് ഫ്ലോ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്ക് വോളിയം, ഹാർട്ടിന് സ്ട്രോക്ക് വോളിയം കൂടുതലായിട്ട്, നെക്സ്റ്റ് സ്ട്രോക്ക് വോളിയം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് വരും അല്ലെ. അതായത് കാർഡിയക് ഔട്ട്പുട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് സ്ട്രോക്ക് വോളിയം കൂട്ടേണ്ടതായിട്ട് വരും. പക്ഷെ എന്താ സംഭവിക്കുന്നത്, മൊത്തം ബ്ലഡും പുറത്തേക്ക് പോകുന്നുമില്ല, കുറെ ബ്ലഡ് ബാക്കിലേക്ക് വീഴുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്, സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, അതായത് ഹാർട്ട് കൂടുതൽ ഫോഴ്സ് ജനറേറ്റ് ചെയ്യും സ്ട്രോക്ക് വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കൂടും, പക്ഷെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഇത് തിരിച്ച് ബാക്ക്വേർഡ് ആയിട്ട് വരുന്നതുകൊണ്ട് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുന്നത്, പൾസ് പ്രഷർ സിസ്റ്റോളിക് കൂടുന്നു, ഡയസ്റ്റോളിക് കുറയുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് കൂടുതലായിരിക്കും. നേരെ തിരിച്ചാണ് അയോട്ടിക് സ്റ്റീനോസിസിൽ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആണ്. ഓക്കെ, അപ്പൊ അവിടെ മാത്രമാണ് നമുക്ക് നാരോ പൾസ് പ്രഷർ കിട്ടുന്നത്. സോ ഇതൊന്ന് ഓർത്തിരിക്കുക, വൈഡ് പൾസ് പ്രഷറും നാരോ പൾസ് പ്രഷറും കിട്ടുന്നത്. അപ്പോൾ സിസ്റ്റോളിക്, ഈ നാരോ പൾസ് പ്രഷറിന്റെ കേസ് നോക്കിയാൽ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്താ സംഭവിക്കുന്നത്, ഹാർട്ട് ഓൾറെഡി ഫെയിൽ ആയിരിക്കുകയാണ്. അപ്പൊ ഹാർട്ടിന്റെ പ്രോപ്പർ ആയിട്ട് ബ്ലഡ് പമ്പ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എങ്ങനെയായിരിക്കും, പിന്നെയും കുറവായിരിക്കും അല്ലെ. അപ്പൊ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറഞ്ഞു വരുമ്പോൾ അതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കുറവായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നാരോ പൾസ് പ്രഷർ നമ്മൾ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിൽ പറയുന്നത്. അപ്പൊ അതേ സിറ്റുവേഷൻ തന്നെയാണ് സ്റ്റീനോസിസിൽ. അപ്പോൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ കുറയുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് നാരോ പൾസ് പ്രഷർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, അയോട്ടിക് സ്റ്റീനോസിസ്, കാർഡിയാക് ടാംപോണേറ്റിലൊക്കെ എന്താ പറ്റുന്നത് വെച്ചാൽ ഹാർട്ട് ഓൾറെഡി ഫിൽഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ, ഡിസ്ഫങ്ഷനിങ് ഉള്ളതാണ്. പിന്നെ ഡീഹൈഡ്രേഷനിൽ ബ്ലഡ് വോളിയം കുറവായിരിക്കും, അപ്പോഴും സിസ്റ്റോളിക് ബി പി കുറവായിരിക്കും. ബാക്കി വൈഡ് പൾസ് പ്രഷർ കിട്ടുന്ന കണ്ടീഷൻസ് ആണ് AR, അതുപോലെ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്, പിന്നെ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക്, പിന്നെ വരുന്ന ഹൈപ്പർ ഡൈനാമിക് സ്റ്റേറ്റ്സ്, കുറച്ച് ബെറി പ്രഗ്നൻസി, ഫീവർ, ദെൻ ഹൈപ്പർ തൈറോയിഡിസം, അനീമിയ, ആൻസൈറ്റി, AV ഷണ്ടിങ്. അപ്പൊ ഇവിടെ എല്ലാം എന്താ സംഭവിക്കുന്നത്, വൈഡ് പൾസ് പ്രഷർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഞാൻ ഇത് ഓക്കെ ആണോ? ഓക്കെ, ഇവിടെയൊക്കെ ഈ പറഞ്ഞ സിറ്റുവേഷനിലൊക്കെ ഹൈപ്പർ ഡൈനാമിക് സർക്കുലേഷനൊക്കെ വരുമ്പോൾ സിസ്റ്റോളിക് ബി പി വളരെയധികം കൂടുതലായിട്ട് വരും. അപ്പൊ അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നാരോ പൾസ് പ്രഷർ കിട്ടുന്ന ഏരിയാസ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എർബ്സ് പോയിന്റ് ഇൻ കാർഡിയോളജി റെഫേഴ്സ് ടു, ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. റൈറ്റ് സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് ആണോ, ലെഫ്റ്റ് സെക്കൻഡ് ആണോ, റൈറ്റ് തേർഡ് ആണോ, ലെഫ്റ്റ് തേർഡ് ആണോ? ഏതാണ് ലെഫ്റ്റ് തേർഡ് എന്ന് ആരും പറഞ്ഞു? ഓക്കെ, അപ്പൊ ഡി ആണ് ആൻസർ വരുന്നത്. വേറൊന്നുമില്ല, ലെഫ്റ്റ് തേർഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് ആണ് എർബ്സ് പോയിന്റ് എന്ന് പറയുന്നത്. എർബ്സ് പോയിന്റിൽ നമുക്ക് അയോട്ടിക് ഏരിയയും പൾമിനറി ഏരിയയും ഉണ്ട് അല്ലെ. അയോട്ടിക് ഏരിയയിൽ അയോട്ടിക് A2 എന്ന് പറയുന്ന കമ്പോണന്റ്, നമ്മുടെ S2ൽ A2 P2 ഉണ്ട്. അപ്പോൾ A2 എന്ന് പറയുന്ന കമ്പോണന്റ് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്ന അയോട്ടിക് ഏരിയയിലും പൾമിനറി ഏരിയയിലാണ് P2 എന്ന കമ്പോണന്റ് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ എബ്സ് പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രണ്ട് സൗണ്ടും A2 P2 നമുക്ക് നന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, നന്നായിട്ട് കേൾക്കാൻ പറ്റുന്ന ഏരിയ ആണ് ഈ എബ്സ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, that is in ലെഫ്റ്റ് തേർഡ് ഇന്റർകോസ്റ്റൽ സ്പേസ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൗഡ് S1 in mitral stenosis is caused by. ലൗഡ് S1 ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. prolonged flow through mitral valve, first degree heart block, calcification of the valve, immobilization of valve. ഏതാണ് ആൻസർ? ലൗഡ് S1 എന്ന് പറഞ്ഞ സൗണ്ട് എങ്ങനെയാ കേൾക്കുന്നത്? ആ, ഏട്രിയോ വെൻട്രിക്കുലർ വാൽവുകൾ അടയുമ്പോഴാണ് നമുക്ക് S1 എന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ അത് ലൗഡ് ആവാനുള്ള കാരണങ്ങൾ വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? സി അല്ലാതെ കാൽസിഫിക്കേഷൻ അല്ല, ഞാൻ പറഞ്ഞല്ലോ നോർമൽ വാൽവുകൾ സാധാരണ അടയുന്ന കണ്ടീഷനിലാണ് നമുക്ക് സൗണ്ട് കേൾക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ വാൽവുകൾക്ക് കാൽസിഫിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സൗണ്ട് കുറവായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ സോഫ്റ്റ് S1 കിട്ടുന്ന കണ്ടീഷനാണ് ഈ കാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. വേറെ ആരോ ഒരു ആൻസർ പറഞ്ഞോ? എ പറഞ്ഞോ ആരെങ്കിലും? ഓക്കെ, അപ്പോൾ അതുപോലെ എന്തുകൊണ്ടാണ് എ പറഞ്ഞത്? കാൽസിഫിക്കേഷൻ എന്തായാലും സോഫ്റ്റ് S1 ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ വാൽവ് ഇമ്മൊബിലൈസ്ഡ് ആണെങ്കിലും സൗണ്ട് ഒന്നും കേൾക്കില്ല അല്ലെ. നമ്മൾ വാതിൽ അടയ്ക്കുമ്പോഴാണ് സൗണ്ട് കേൾക്കുക. നമ്മൾ വാതിൽ വളരെ അടുത്തിരുന്ന് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ സൗണ്ട് കുറവായിരിക്കും. കുറച്ച് അകന്നിരുന്നിട്ട് നമ്മൾ വാതിൽ അടയ്ക്കുകയാണെങ്കിൽ നല്ല സൗണ്ട് ആയിരിക്കും. അത് സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ കാൽസിഫിക്കേഷൻ സംഭവിച്ചാലോ വാൽവ് ഇമ്മൊബിലൈസ്ഡ് ആണെങ്കിലോ സൗണ്ട് കുറവായിരിക്കും. ഇനി വാട്ട് അബൌട്ട് ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക്? ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ PR ഇന്റർവൽ എങ്ങനെയായിരിക്കും? PR ഇന്റർവൽ ഷോർട്ട് ആയിരിക്കോ പ്രൊലോങ്ഡ് ആയിരിക്കോ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ? ഹലോ, ഫസ്റ്റ് ഡിഗ്രി ബ്ലോക്കിൽ PR ഇന്റർവൽ പ്രൊലോങ്ഡ് ആയിരിക്കും അല്ലെ. അപ്പൊ പ്രൊലോങ്ഡ് PR ഇന്റർവെൽ വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാൽവുകൾ വളരെ, അത് നമ്മുടെ മിട്രൽ വാൽവ്, ഓക്കെ, മിട്രൽ വാൽവിന്റെ ലീഫ്ലെറ്റ്സ് വളരെ അടുത്തായിരിക്കും ഇരിക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ലോട്ട് ഓഫ് ടൈം ബിറ്റ്വീൻ ഏട്രിയൽ ആൻഡ് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. പക്ഷെ ഷോർട്ട് PR ഇന്റർവൽ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏട്രിയൽ കൺട്രാക്ഷൻ കഴിഞ്ഞ് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ എടുക്കുന്ന സമയം കിട്ടില്ല. അവിടെ ഡയസ്റ്റോളിക് പീരീഡ് ഒക്കെ വളരെ ഷോർട്ട് ആയിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് മിട്രൽ വാൽവിന് പിന്നെ തിരിച്ച് കറക്റ്റ് പൊസിഷനിലൊന്നും വരാനുള്ള ഒരു സമയമൊന്നും കിട്ടില്ല. അപ്പൊ ലീഫ്ലെറ്റ്സ് വളരെ അകന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? അത് അടയുമ്പോൾ വലിയ സൗണ്ട് ആയിട്ട് കേൾക്കും. അതാണ് ഷോർട്ട് PR ഇന്റർവെല്ലിൽ സംഭവിക്കുന്നത്. ബട്ട് ഹിയർ ഇൻ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് PR ഇന്റർവെൽ ഈസ് പ്രൊലോങ്ഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ലൗഡ് S1 കിട്ടില്ല. ഇറ്റ് വിൽ ബി സോഫ്റ്റ് S1 അല്ലെ. ഇനി ഫസ്റ്റ് കണ്ടീഷൻ പ്രൊലോങ്ഡ് ഫ്ലോ ത്രൂ മിട്രൽ വാൽവ്. ഇപ്പൊ മിട്രൽ വാൽവിൽ കൂടി പ്രൊലോങ്ഡ് ഫ്ലോ ആണെങ്കിൽ, അതുപോലെ തന്നെ കൂടുതൽ ഫ്ലോ വരികയാണെങ്കിൽ, അപ്പൊ ഈ രണ്ട് സിറ്റുവേഷനിലും നമുക്ക് ലൗഡ് S1 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, പിന്നെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ് ആൻസർ. ഒബിസിറ്റി അല്ലെങ്കിൽ പെരികാർഡിയൽ എഫ്യൂഷൻ, അങ്ങനെയൊക്കെ പ്ലൂറൽ എഫ്യൂഷൻ, ഇങ്ങനെയുള്ള കണ്ടീഷനിൽ S1 എങ്ങനെയായിരിക്കും? ലൗഡ് ആയിരിക്കോ സോഫ്റ്റ് ആയിരിക്കോ? സോഫ്റ്റ് ആയിരിക്കും അല്ലെ. അവിടെ ഒരു ഇന്റർഫറൻസ് ഉണ്ടാവാണ്. സോ ദാറ്റ് വിൽ ബി സോഫ്റ്റ്. അപ്പൊ ഈ കാൽസിഫിക്കേഷന്റെ കേസ് മറന്നു വരുത്. മിട്രൽ വാൽവിന് കാൽസിഫിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൗണ്ട് ഒന്നും കേൾക്കത്തില്ല കേട്ടോ. So next question, paradoxical splitting of S2 seen. നോർമലി നമുക്ക് സ്പ്ലിറ്റിംഗ്, ഫിസിയോളജിക്കൽ സ്പ്ലിറ്റ് ഏത് ഫേസിലാണ് കിട്ടുന്നത്? ഇൻസ്പിറേഷനിലാണോ എക്സ്പിറേഷനിലാണോ? ഇൻസ്പിറേഷൻ. അപ്പം എക്സ്പിറേഷനിൽ നമുക്ക് സ്പ്ലിറ്റിംഗ് കിട്ടുകയാണെങ്കിൽ അതാണ് നമ്മൾ അബ്നോർമൽ ആയിട്ട് പറയുന്നത് അല്ലെ. അപ്പോൾ പാരഡോക്സിക്കൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുമ്പോൾ റിവേഴ്സ് സ്പ്ലിറ്റിംഗ് ആണ്. റിവേഴ്സ് സ്പ്ലിറ്റിംഗ് കിട്ടുന്ന കണ്ടീഷൻ ഏതാണ്? റിവേഴ്സ് സ്പ്ലിറ്റിംഗിൽ ഏത് കമ്പോണന്റ് ആയിരിക്കും ആദ്യം ക്ലോസ് ആവുന്നത്?
അയോർട്ടിക് ക്ലോഷർ. P2. അയോർട്ടിക് ക്ലോഷർ ആണ് ഓൾറെഡി ഫസ്റ്റ് നടക്കേണ്ടത് അല്ലേ? അപ്പോൾ ഒന്നുകിൽ ഡിലേയ്ഡ് അയോർട്ടിക് ക്ലോഷർ കൊണ്ടായിരിക്കാം അല്ലേ? അപ്പോൾ P2 എന്ന് പറയുന്ന കമ്പോണന്റ് ആദ്യം അടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാരഡോക്സിക്കൽ സ്പ്ലിറ്റിംഗ് ആണ് ഉണ്ടാവുന്നത്. സോ ഇതിൽ ഏത് കണ്ടീഷനിലായിരിക്കും നമുക്ക് പാരഡോക്സിക്കൽ സ്പ്ലിറ്റിംഗ് കിട്ടുന്നത്? അതായത് നോർമലി അയോർട്ടിക് വാൽവ് ആദ്യം അടയേണ്ടതാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അടയില്ല അല്ലേ? അപ്പോൾ ലെഫ്റ്റ് സൈഡ് കണ്ടീഷൻസ് ആയിരിക്കുമല്ലോ പാരഡോക്സിക്കൽ സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ? C. സി അല്ലെ? ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ ബാക്കി ഓപ്ഷൻ ASD നോക്കിയാൽ VSD, റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക്, ഇതിലൊക്കെ നമുക്ക് ഫിസിയോളജിക്കൽ സ്പ്ലിറ്റിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ASDയും റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കും ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിലൈഡ് P2 ക്ലോഷർ. ഇപ്പോൾ ASD ആണെങ്കിൽ റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്ക് ആണെങ്കിലും റൈറ്റ് സൈഡഡ് അഫെക്ഷൻസ് ആണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവിടെ പൾമിനറി വാൽവ് അടയാൻ സമയമെടുക്കും. ഇനി VSDയുടെ കേസിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അയോട്ടിക് വാൽവ് നേരത്തെ അടയും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസിലും നമുക്ക് വൈഡ് ഫിസിയോളജിക്കൽ സ്പ്ലിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. പാരഡോക്സിക്കൽ സ്പ്ലിറ്റ് കിട്ടുന്നത് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കിന്റെ കേസിലാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which systolic click is characteristic feature of? Which systolic click? Mitral valve prolapse, mitral stenosis, then aortic regurgitation, POA അല്ല കേട്ടോ, PDA ആണ്, patent Mitral ductus valve arteriosus. prolapse. A. Mitral valve prolapse. A. So that is the correct answer. Mitral valve prolapse. Okay. മിട്രൽ വാൽവ് പ്രൊലാപ്സ് നമ്മൾ ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ മിട്രൽ വാൽവ് പ്രൊലാപ്സിന്റെ വേറൊരു പേരാണ് ബാർലോ സിൻഡ്രോം, ഫ്ലോപ്പി വാൽവ് സിൻഡ്രോം, അല്ലെങ്കിൽ ബില്ലോയിങ് മിട്രൽ വാൽവ്. ഇതെല്ലാം മിട്രൽ വാൽവ് പ്രൊലാപ്സിന്റെ വേറെ പേരുകളാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ടും കാണുന്നത് ഫീമെയിൽസിലാണ്, അത് യങ് അഡൽട്സിലാണ് കൂടുതലായിട്ട് വരുന്നത്, 15 to 50 years of age. ഓക്കെ, ഇതൊരു ഓട്ടോസോമൽ ഡോമിനന്റ് പാറ്റേൺ ആയിട്ട് വരാം. പേഷ്യന്റിന് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാവണം എന്നില്ല. സംടൈംസ് ഒരു നോൺ സ്പെസിഫിക് ചെസ്റ്റ് പെയിൻ ആയിട്ടോ ഡിസ്നി ആയിട്ടോ ഫെറ്റീഗ് ആയിട്ടോ പാൽപിറ്റേഷൻസ് ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യുക. അതിൽ ഓസ്കൾട്ടേറ്ററി ഫൈൻഡിങ് ആണ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് എ മിഡ് സിസ്റ്റോളിക് ക്ലിക്ക്, ഓക്കെ, ആൻഡ് എ ലേറ്റ് സിസ്റ്റോളിക് ഇജക്ഷൻ മർമർ. അപ്പോൾ ഇതിൽ നമ്മൾ MVP അതുപോലെ തന്നെ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയും രണ്ടും ഒരു ഡിഫറൻസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ കൂടുമെങ്കിൽ ഇത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ MVPയുടെ മർമർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്സെന്റുവേഷൻ ബൈ വാൽസാൽവ ആൻഡ് സ്റ്റാൻഡിങ്. നമ്മൾ നോർമലി പറഞ്ഞു, ഇപ്പോൾ വാൽസാൽവയും സ്റ്റാൻഡിങ്ങും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ മർമറിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിമിനിഷ്ഡ് ബൈ സ്ക്വാറ്റിംഗ്. ഓക്കെ, അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഈ ബാർലോ സിൻഡ്രോം എന്താണെന്നൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. ദാറ്റ് ഈസ് മിട്രൽ വാൽവ് പ്രൊലാപ്സ്. Next question, which of the following murmur increase with Valsalva maneuver? MR, ESD, AS, hypertrophic cardiomyopathy. ഇതാണ് ആൻസർ. ആൻസർ ഡി ആണ് കേട്ടോ. അപ്പം ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. സോ വിച്ച് ഓഫ് ദി ഫോളോയിങ് മർമർ ഇൻക്രീസ് വിത്ത് വാൽസാൽവ മാനുവർ? നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു. ഇനി റെട്ടൻസ് മർമർ ഈസ് സീൻ ഇൻ, ഇത് നമ്മൾ പഠിച്ചിട്ടില്ല. ഇതിൻ്റെ ആൻസർ ആർക്കെങ്കിലും അറിയാമോ? AV ബ്ലോക്ക്, mitral stenosis, aortic stenosis, aortic regurgitation.
ഇതിന്റെ ആൻസർ AV ബ്ലോക്ക് ആണ് കേട്ടോ. ക്ലിയർ ആണോ? ക്ലിയർ ആണ് Yes, ഡോക്ടർ. doctor, clear ആണ്. ഇതൊരു മിഡ് ഡയസ്റ്റോളിക് മർമർ ആണ്. Osborn waves in ECG are seen in ബി. B. ഹൈപ്പോതെർമിയാണ് അതിന്റെ ആൻസർ. So next, Brugada syndrome. Brugada syndrome is associated with left bundle branch block, right bundle branch block, hypothermia, acute MI. Brugada syndrome. അറിയാമോ ഇതിന്റെ ആൻസർ? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല ക്ലാസ്സിൽ. ആർക്കെങ്കിലും ആൻസർ അറിയാമെങ്കിൽ പറഞ്ഞോളൂ. ഇതിന്റെ ആൻസർ ബി ആണ് കേട്ടോ. സോ ബ്രുഗാഡ സിൻഡ്രോം എന്ന് പറയുന്നത് it is characterized by syncopal episodes and of sudden death and a characteristic ECG with a pattern of right bundle branch block with an ST segment elevation in lead V1 to V3. ഓക്കെ, അപ്പോൾ ബ്രുഗാഡ സിൻഡ്രോം എന്ന് പറയുന്നത് നമുക്ക് സിങ്കോപ്പൽ എപ്പിസോഡ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് പേഷ്യൻ്റ് ഡെത്ത് ആയി പോവാം. അപ്പോൾ നമുക്ക് ECG ഫൈൻഡിങ് ആണ് അവിടെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ECG നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്ക് റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച് ബ്ലോക്കിൻ്റെതായിട്ടുള്ള ഒരു പാറ്റേൺ കിട്ടും with an ST segment elevation in lead V1 to V3. Okay, അതിൽ നോക്കിയേ, presence of right bundle branch block is not essential to the diagnosis of Brugada syndrome. Right bundle branch block വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. Okay, അപ്പോൾ അതാണ് Brugada syndrome. Brugada syndrome is associated with the right bundle branch block and ST segment elevation in lead V1 to V3. Okay ആണല്ലോ. Next question. All of the following are features of premature ventricular complexes except. Okay, premature ventricular complexesന്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഒന്ന് വൈഡ് QRS കോംപ്ലക്സ്, absent P wave, complete compensatory pause and prolonged PR interval. ഏതായിരിക്കും ഓപ്ഷൻ? പ്രിമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സ് നമ്മൾ എവിടെയായിരുന്നു പഠിച്ചത്? പ്രിമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എവിടെയായിരുന്നു നമ്മളത് പറഞ്ഞത്? പ്രൊലോങ്ഡ് PR ഇന്റർവെൽ ആണോ ഡോക്ടറെ? കറക്റ്റ് ആണ് ആൻസർ. നമ്മൾ എന്ത് പറഞ്ഞപ്പോഴായിരുന്നു അത് പഠിച്ചത്? അരത്തീമിയാസ് ഡിസ്കസ് ചെയ്തപ്പോഴാണ്, നമ്മൾ വെൻട്രിക്കുലർ അരത്തീമിയ ഒക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പ്രിമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സസ് പറഞ്ഞത് അല്ലേ? അതായത് അബ്നോർമൽ ആയിട്ട് വരുന്ന QRS കോംപ്ലക്സസ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം പ്രിമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സിന്റെ ഫീച്ചർ ആണ്. കാരണം ഒരു നോർമൽ പാത്വേയിൽ കൂടിയല്ല അത് എന്താ പറയുക കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ QRS കോംപ്ലക്സ് എപ്പോഴും വൈഡ് ആയിരിക്കും. QRS കോംപ്ലക്സ് കാണിക്കുന്നത് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ PVCക്കകത്ത് അതെന്തായാലും വൈഡൻഡ് ആയിരിക്കും.
പിന്നെ പി വേവ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അത് ഞാൻ ആ ഒരു ഗ്രാഫ് വെച്ച് ECG വെച്ച് ഞാൻ അത് പറഞ്ഞു തന്നതാണ്. പിന്നെ പറയാത്തൊരു പോയിന്റ് കംപ്ലീറ്റ് കോമ്പൻസേറ്ററി പോസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, പ്രിമച്വർ വെൻട്രിക്കുലർ കോംപ്ലക്സസിന്റെ ഒരു ഫീച്ചറാണ് ഈ പറയുന്ന കോമ്പൻസേറ്ററി പോസ്. ഓക്കെ, പക്ഷെ പ്രൊലോങ്ഡ് PR ഇന്റർവൽ ആയിരിക്കണം എന്നില്ല. ഓക്കെ, അത് ഡെഫിനറ്റ് അല്ല. ബാക്കിയെല്ലാം PVCയുടെ ഫീച്ചേഴ്സ് ആണ്. So next feature of Torsay D points is wide QRS complex, short QRS complex, prolonged QT interval, short QT interval. QT interval prolonged. Prolonged. Okay, that is correct answer. Prolonged QT interval. Okay. Wait a second. So it's a form of ventricular tachycardia. അതായത് നമ്മൾ ഇത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പോളിമോർഫിക് ventricular tachycardia with a twisting QRS morphology associated with a prolonged QT interval and or increased U wave amplitude in the ECG. അതാണ് ടോർസേ ഡി പോയിന്റ്സ് എന്ന് പറയുന്നത്. വെൻട്രിക്കുലർ ടാക്കിക്കാർഡിയയുടെ ഒരു ഫോമാണ്. അവിടെ എന്ന് വെച്ചാൽ അബ്നോർമൽ ആയിട്ടുള്ള QRS കോംപ്ലക്സസ്. QRS കോംപ്ലക്സിന്റെ മോർഫോളജി ഡിഫറെൻ്റ് ആയിരിക്കും. വിത്ത് QT പ്രൊലോങ്ങേഷൻ ആണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺസ്റ്റന്റ് PR ഇന്റർവൽ ഈസ് സീൻ ഇൻ. ഏത് ഹാർട്ട് ബ്ലോക്കിന്റെ കേസിലാണ് നമുക്ക് കോൺസ്റ്റന്റ് PR ഇന്റർവെൽ നമുക്ക് കിട്ടുന്നത്? ഫസ്റ്റ് ഡിഗ്രി ആണോ, സെക്കൻഡ് ഡിഗ്രിയിൽ മൊബിറ്റ്സ് ടൈപ്പ് 1 or 2 ആൻഡ് തേർഡ് ഡിഗ്രി ബ്ലോക്ക്? ഏതിലായിരുന്നു നമുക്ക് കോൺസ്റ്റന്റ് PR കിട്ടുന്നത്? ആൻസർ ഓൾറെഡി അവിടെ ഉണ്ടല്ലേ. സോ നമുക്ക് അതായത് രണ്ടിലും ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിലും ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിലല്ല, ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ PR ഇന്റർവൽ വിൽ ബി പ്രൊലോങ്. നമുക്ക് സെക്കൻഡ് ഡിഗ്രി മൊബിറ്റ്സ് ടൈപ്പ് 2 അതിലാണ് നമുക്ക് കോൺസ്റ്റന്റ് PR ഇന്റർവൽ നമ്മൾ പറഞ്ഞത്. ഓക്കെ, കോൺസ്റ്റന്റ് PR ഓർക്കുന്നതെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ നമുക്ക് PR ഇന്റർവൽ വിൽ ബി പ്രൊലോങ് ആൻഡ് സെക്കൻഡ് ഡിഗ്രിയിൽ നമുക്ക് ഓരോ പ്രാവശ്യവും പ്രൊലോങ് ചെയ്ത് അണ്ടിൽ ഒരു QRS മിസ്സാവും, ഒരു ബീറ്റ് മിസ്സാവും അല്ലേ. സെക്കൻഡ് ഡിഗ്രിയിലാകുമ്പോൾ ദർ വിൽ ബി കോൺസ്റ്റന്റ് PR. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇന്റർമീഡിയൻ്റ് ആയിട്ട് നമുക്ക് ചില ഇത് മിസ്സായി പോവും. ആൻഡ് തേർഡ് ഡിഗ്രിയിലാണെങ്കിൽ കംപ്ലീറ്റ് AV ബ്ലോക്ക്. അതാണ് നമ്മൾ അതിൻ്റെ ഫീച്ചറായിട്ട് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? അത് ക്ലിയർ ആണോ? Clear ആണ് ഡോക്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയോട്ടിക് സ്റ്റീനോസിസ്. നമ്മൾ സിവിയർ അയോട്ടിക് സ്റ്റീനോസിസ് എന്ന് പറയുന്നത് അയോട്ടിക് വാൽവിന്റെ ഏരിയ എത്രയിൽ കുറയുമ്പോഴാണ്. അതാണ് അയോട്ടിക് സ്റ്റീനോസിസ് നമ്മൾ സിവിയർ എന്ന് പറയുന്നത്. ലെസ് ദാൻ 1.5 centimeter square, ലെസ് ദാൻ 1 centimeter square, ലെസ് ദാൻ 0.5 centimeter square, ലെസ് ദാൻ 0.2 centimeter square. അതിൻ്റെ ആൻസർ ലെസ് ദാൻ 1 centimeter square ആണ് കേട്ടോ. ലെസ് ദാൻ 1 centimeter square ആണ് നമ്മൾ സിവിയർ അയോട്ടിക് സ്റ്റീനോസിസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, എ പേഷ്യൻ്റ് പ്രസൻസ് 12 hours ഫോളോയിങ് എ MI. MI വന്ന പേഷ്യൻറ്റിൽ 12 മണിക്കൂർ കഴിഞ്ഞു. ടെസ്റ്റ് ഓഫ് ചോയ്സ് ഏതാണ്? LDH, കാർഡിയാക് ട്രോപ്പോണിൻസ്, CPK ആൻഡ് മയോഗ്ലോബിൻ. ഇതെല്ലാം കാർഡിയാക് ബയോമാർക്കേഴ്സ് ആണ്. അപ്പോൾ അതിൽ ഏതാണ് ഇപ്പം നമ്മുടെ ടെസ്റ്റ് ഓഫ് ചോയ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്? കാർഡിയാക് ട്രോപ്പോണിൻസ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്ന കാർഡിയാക് ബയോമാർക്കേഴ്സ് ആണ് ഈ പറയുന്ന CPK, ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനേസ്, ട്രോപ്പോണിൻസ്.
ഇത് രണ്ടും നമ്മൾ സ്പെസിഫിക് കാർഡിയക് ബയോമാർക്കേഴ്സ് ആയിട്ടാണ് പറയുന്നത്. ബാക്കി മയോഗ്ലോബിൻ, LDH, AST ഇതൊക്കെ നോൺ സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ CPK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് സീൻ അറ്റ്, അതായത് എപ്പോഴാണ് അത് റൈസ് ചെയ്യാൻ തുടങ്ങുന്നത് വെച്ചാൽ വിത്തിൻ 4 to 8 hours. അതും ട്രോപ്പോണിനും അതുപോലെ തന്നെയാണ്, 4 to 8 hours അത് സ്റ്റാർട്ട് ചെയ്യും. പീക്ക് ആവുന്നത് ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനേസ് പീക്ക് ആവുന്നത് 24 hourലും ട്രോപ്പോണിൻ പീക്ക് ലെവലിലേക്ക് എത്താൻ 48 hours എടുക്കും. ആൻഡ് CPK ലെവൽ വിൽ ബി റിട്ടേണിംഗ് ടു നോർമൽ വിത്തിൻ 48 to 72 hours. ട്രോപ്പോണിൻ ആണെങ്കിൽ ട്രോപ്പോണിൻ I 7 to 10 days എടുക്കും. ട്രോപ്പോണിൻ T ആണെങ്കിൽ 10 to 14 days എടുക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും സെൻസിറ്റീവ് ആൻഡ് സ്പെസിഫിക് ബയോമാർക്കർ എന്ന് പറയുന്നത് ഏതിനെയാണ്? ട്രോപ്പോണിൻ ആണ്. ഓക്കെ, അപ്പൊ സെൻസിറ്റിവിറ്റി നമുക്ക് ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനേസിനും ട്രോപ്പോണിനും ഏകദേശം ഒരേപോലെ തന്നെയാണ് സെൻസിറ്റിവിറ്റി. പക്ഷേ സ്പെസിഫിസിറ്റി കൂടുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രോപ്പോണിൻ ആണ്. കാരണം എന്താ വെച്ചാൽ ക്രിയാറ്റിനിൻ ഫോസ്ഫോകൈനേസ് നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ മസിൽസിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലൊക്കെ അവിടെ നിന്ന് നമുക്ക് ഈ CPK റിലീസ് ചെയ്യും. ഒരു ഹാർട്ട് മസിൽസിന് അല്ലെങ്കിൽ കാർഡിയാക് മസിൽസിന്റെ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരിക്കലും നമുക്ക് ഈ CPK പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് സ്പെസിഫിക് അല്ലാത്തത്. ബട്ട് ഇറ്റ് ഈസ് എ സെൻസിറ്റീവ് ടെസ്റ്റ്. ഓക്കെ, ബട്ട് ഇറ്റ് ഈസ് ലെസ് സ്പെസിഫിക് ദാൻ ട്രോപ്പോണിൻസ് ആണ്. പക്ഷേ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ട്രോപ്പോണിൻ ടീൻ്റെ നോക്കി, ട്രോപ്പോണിൻ T തിരിച്ച് നോർമലിലേക്ക് എത്താൻ 10 to 14 ദിവസം വരെ എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് റീഇൻഫാക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ കുറച്ചും കൂടെ നമുക്ക് നല്ലത് CPK ആണ്. ബിക്കോസ് അത് നോർമലിലേക്ക് എത്തുന്നത് 48 to 72 hours അത് നോർമലിൽ എത്തും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അതിനുശേഷം നമുക്ക് റീഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ടെസ്റ്റ് ഓഫ് ചോയ്സ് ഫോർ ഡിറ്റക്ടിങ് റിക്കറന്റ് ഇസ്കീമിക് ഈവന്റ്. ഓക്കെ, അപ്പോൾ അക്യൂട്ട് MI ഡിറ്റക്ട് ചെയ്യാനാണെങ്കിൽ ട്രോപ്പോണിൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും അല്ല ആദ്യം റൈസ് ചെയ്യുന്നത്, CPK അല്ല ട്രോപ്പോണിനും അല്ല ആദ്യം റൈസ് ചെയ്യുന്നത് മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ കണ്ടോ, അരമണിക്കൂർ നമുക്ക് MI വന്ന് അരമണിക്കൂറിനുള്ളിൽ തന്നെ മയോഗ്ലോബിൻ സ്റ്റാർട്ട് ടു റൈസ്. ഓക്കെ, ആൻഡ് അതിന്റെ പീക്ക് എത്തുന്നത് 4 to 6 hours-ലാണ്. ദെൻ ഇറ്റ് റിട്ടേൺസ് ടു നോർമൽ ആഫ്റ്റർ 10 to 12 hours. പക്ഷെ ഇതൊന്നും സ്പെസിഫിക് അല്ല. ഇപ്പോൾ LDH ആണെങ്കിലും AST ആണെങ്കിലും ഒന്നും സ്പെസിഫിക് അല്ല. അപ്പോൾ ഇത് ഒന്ന് ഓർത്തിരിക്കാം. ക്ലിയർ അല്ലേ? So next question, a 16-year-old male is referred by high school coach for a physical examination before joining the football team. His elder brother had died suddenly during football practice. No autopsy was done. The patient has a loud systolic murmur on chest auscultation. All of the following would be constant except. അത് പറയുന്നതിന് മുന്നേ ഇത് ഏത് കണ്ടീഷൻ ആയിരിക്കും കാണിക്കുന്നത്? 16-year-old മെയിൽ ബോയ് ആണ്. അയാളെ നമ്മൾ അതായത് ഫിസിക്കൽ എക്സാമിനേഷന് കൊണ്ടുപോവാണ്. അപ്പോൾ അയാളുടെ അത് ഒരു ചോയ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എൽഡർ ബ്രദർ പെട്ടെന്ന് മരിച്ചുപോയി അല്ലെ, ഡൈഡ് സഡൻലി. പിന്നെ പേഷ്യന്റിന് ഒരു ലൗഡ് സിസ്റ്റോളിക് മർമറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് കണ്ടീഷനാണെന്ന് ഊഹിക്കാം? കാർഡിയോമയോപ്പതി ആയിരിക്കും അല്ലെ. നമ്മൾ ഹൈപ്പോട്രോഫിക് കാർഡിയോമയോപ്പതി ഒക്കെ പറഞ്ഞു പേഷ്യന്റ് സഡൻ ഡെത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പോൾ അതിൽ ഇനി പറഞ്ഞ ഓൾ ഓഫ് ദി ഫോളോയിങ് വുഡ് ബി കോൺസ്റ്റന്റ് ഓഫ് കാർഡിയോമയോപ്പതി എക്സെപ്റ്റ്. ഇതിൽ ഏതാണ് അല്ലാത്തതെന്നാണ് ചോദ്യം. ഏതാണ് ഇതിന്റെ ആൻസർ? ക്രസൻഡോ ഡിക്രസൻഡോ സിസ്റ്റോളിക് murmur radiating to neck, brisk carotid upstroke, increase in murmur during Valsalva or standing. ആൻസർ അറിയാമോ? Answer is B, murmur radiating to
നെക്കാണ്. ബാക്കിയെല്ലാം നമ്മൾ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നതാണ്. നമ്മൾ ക്രെസൻഡോ ഡീക്രെസൻഡോ മർമർ, ഡയമണ്ട് ഷേപ്ഡ് മർമറാണ് നമുക്ക് പഠിച്ചായിരുന്നു. അതുപോലെ കരോട്ടയുടെ അബ്സ്ട്രോക്ക് ഉണ്ടാവും. പിന്നെ ബാക്കി മർമേഴ്സ് പോലെയുള്ള ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിയിൽ ഇറ്റ് വിൽ ബി ഇൻക്രീസിങ് ഇൻ മർമർ ഡ്യൂറിങ് വാൽസാൽവ ആൻഡ് സ്റ്റാൻഡിങ് അല്ലേ. അത് നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞതാണ്. ഈ മർമർ നെക്കിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്നില്ല. So next, most common cause of adult dilated cardiomyopathy. ഈ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതിയിൽ നമ്മളൊരു പൾസ് പറഞ്ഞു, ഒരു ടൈപ്പ് ഓഫ് പൾസ്. ഏത് ടൈപ്പ് പൾസ് ആണ് നമ്മൾ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതിയിൽ പഠിച്ചത്? ഡൈക്രോട്ടിക് പൾസ് ആണ് നമ്മൾ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതിയിൽ പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു ഡൈ നോട്ട് വെക്കാൻ. ഓക്കെ, എന്താണ് അനാക്രോട്ടിക് പൾസ്? ഡൈക്രോട്ടിക് പൾസ് നമ്മൾ നേരത്തെ പറഞ്ഞു. അനാക്രോട്ടിക് പൾസ് എന്താണെന്ന് അറിയാമോ ആർക്കെങ്കിലും? അറിയാമോ? പൾസസ് എക് ടാർഡസ് എക് പാർവസ് എന്നൊരു പൾസ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? പൾസസ് പാർവസ് എക് ടാർഡസ്, അതെന്ത് പൾസ് ആയിരുന്നു? ഓക്കെ, എന്ത് പൾസ് ആയിരുന്നു? സ്ലോ റൈസിംഗ് സ്ലോ റൈസിംഗ് പൾസ് ആയിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ വേറൊരു പേരാണ് ഈ അനാക്രോട്ടിക് പൾസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിന്റെ ആൻസർ എന്താണ്? മോസ്റ്റ് കോമൺ കോസ് ഓഫ് അഡൽട്ട് ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി: ആൽക്കഹോളിസം, വൈറൽ ഇൻഫെക്ഷൻ, ഇഡിയോപ്പതിക് മയോകാർഡൈറ്റിസ്. പറഞ്ഞ ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറഞ്ഞു. ഇഡിയോപ്പതിക് ആണ് കേട്ടോ. ഇഡിയോപ്പതിക് ആണ് അതിന്റെ ആൻസർ. നമുക്ക് ആൽക്കഹോളിസം ആണെന്നൊക്കെ ചിലപ്പം തോന്നും. അപ്പോൾ അതല്ല ആൻസർ, ഇഡിയോപ്പതിക് ആണ് അതിന്റെ ആൻസർ കേട്ടോ. അത് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. ടക്കാസുബോ കാർഡിയോമയോപ്പതി ഈസ് എ ടൈപ്പ് ഓഫ്. ഏത് കാർഡിയോമയോപ്പതിയാണ് ടക്കാസുബോ കാർഡിയോമയോപ്പതി? ഓക്കെ, നമ്മൾ അതൊരു കൺഫ്യൂസിങ് ആയിരുന്നു. ഹൈപ്പർട്രോഫിക് എഫക്ട്സ് എന്നാണ് നമ്മൾ പറഞ്ഞത്. മൊത്തത്തിൽ ഹൈപ്പർട്രോഫി വരുന്നില്ല, ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ എഫക്ട്സിന് മാത്രമാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്ന് റെഫർ ചെയ്തപ്പോൾ കണ്ടത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതിയാണ്. ഓക്കെ, സോ അവിടെ ഹൈപ്പർട്രോഫി എന്ന് കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി ആണെന്ന് തോന്നുന്നത്. ബട്ട് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതി. അത് ഒന്ന് നോട്ട് ചെയ്യണം. നമ്മൾ അതിൽ ഹൈപ്പർട്രോഫി തന്നെയാണ്, പക്ഷെ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതി. ഓക്കെ, ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് ആസ് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം. ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം എന്നാണ് ഇത് പറയുന്നത്. കൂടുതലും ഫീമെയിൽസിലാണ് ഇത് പറയുന്നത്. ഒരു സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് പേഷ്യന്റ് സഡൻ ഡെത്ത് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണമാണിത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി സിമിലർ ടു ദാറ്റ് ഓഫ് നമുക്ക് ഒരു അക്യൂട്ട് MI വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഫിനോമിന ഉണ്ടാവും അതേപോലത്തെ ഫീച്ചേഴ്സ് ആയിരിക്കും നമുക്ക് ഇതിന് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ ST എലിവേഷൻ ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ST എലിവേഷൻ MIയുടെ അതേ ഫീച്ചേഴ്സ് ഉണ്ടാവും. സോ അതാണ് ടക്കാസുബോ കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്കോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഷോയിങ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ബലൂണിങ്. എക്സിന്റെ റീജിയനിൽ ഈ പറഞ്ഞ പോലെ ബലൂണിങ് ഉണ്ടാവും. അതൊരു എക്കോ കാർഡിയോഗ്രാഫിക് ഫൈൻഡിങ് ആണ്. ഇത് മാറിപ്പോകരുത്. ടക്കാസുബോ കാർഡിയോമയോപ്പതി ഈസ് എ ടൈപ്പ് ഓഫ് ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതി. ഓക്കെ, so next question: all of the following may be seen in patients of cardiac tamponade except. കാർഡിയക് ടാമ്പണൈഡ് ഉള്ള പേഷ്യന്റിൽ കാണാത്തത് ഏതാണെന്നാണ് ചോദ്യം. സ്മോൾ സൈൻ, പൾസസ് പാരഡോക്സസ്, ഇലക്ട്രിക്കൽ ഓൾട്ടറൻസ്, റൈറ്റ് വെൻട്രിക്കുലർ ഡയസ്റ്റോളിക് കൊളാപ്സ് ഓൺ ECG.
കുസ്മോൾ സൈൻ എന്തായിരുന്നു? കുസ്മോൾ സൈൻ JVP ഇൻസ്റ്റലേഷന്റെ സമയത്ത് ഇൻസ്പിറേഷന്റെ സമയത്ത് എന്ത് പറ്റും? അതാണ് കേൾക്കേണ്ടത്. JVP റൈസ് ചെയ്യും. ഓക്കെ, JVP റൈസ് ചെയ്യും അല്ലെ ഇൻസ്പിറേഷന്റെ സമയത്ത്. അതാണ് കുസ്മോൾ സൈൻ. പിന്നെ ഇലക്ട്രിക്കൽ ഓൾട്ടറൻസ്, അതിന്റെ ആൻസർ ഏതായിരിക്കും വരുന്നത്? കാർഡിയക് ടാമ്പണേറ്റുള്ള പേഷ്യന്റിൽ ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. പൾസസ് പാരഡോക്സസ് കാർഡിയക് ടാമ്പണേറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഇലക്ട്രിക്കൽ ഓൾട്ടറൻസ് ആണ്. ഇലക്ട്രിക്കൽ ഓൾട്ടറൻസ് എന്തായിരുന്നു? ഇലക്ട്രിക്കൽ ഓൾട്ടറൻസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ പൾസ് പറഞ്ഞില്ലേ? എന്തോ പൾസ് നമ്മൾ പറഞ്ഞു, ഒരു ഓൾട്ടർനേറ്റിംഗ് പൾസ് പറഞ്ഞില്ലേ? അപ്പൊ അതുമാതിരി തന്നെ ഓൾട്ടർനേറ്റിംഗ് പൾസിൽ എന്താ സംഭവിക്കുന്നത്? സ്ട്രോങ് ആൻഡ് വീക്ക് ബീറ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ മോർഫോളജിക്കലി ഡിഫറെന്റ് ആയിട്ട് വരുന്ന, ഇപ്പൊ ആംപ്ലിറ്റ്യൂഡിലൊക്കെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന വേവ് ഫോംസ് നമുക്ക് ECG കിട്ടും. അപ്പൊ അതിനെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഓൾട്ടറൻസ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക്കൽ ഓൾട്ടറൻസ് ഈസ് ഓൾസോ എ ഫീച്ചർ ഓഫ് കാർഡിയക് ടാമ്പോണേറ്റ്. ഓക്കെ, പിന്നെ റൈറ്റ് വെൻട്രിക്കുലർ ഡയസ്റ്റോളിക് കൊളാപ്സ്. കാർഡിയക് ടാമ്പോണേറ്റിൽ എന്തായാലും ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ടാവും. ഓക്കെ, സോ അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് കുസ്മോൾ സൈൻ ആണ്. കുസ്മോൾ സൈൻ ഈസ് വെരി റെയർ ഓർ ഈവൻ ആബ്സെന്റ് ഇൻ കാർഡിയക് ടാമ്പോണേറ്റ്. ഓക്കെ, അപ്പോൾ പൾസസ് പാരഡോക്സസ് ക്ലിനിക്കലി ഇലക്ട്രിക്കൽ ഓൾട്ടറൻസ് ഓൺ ECG ആൻഡ് right ventricular diastolic collapse on echo. These are characteristic features of cardiac tamponade. അപ്പോൾ ഇലക്ട്രിക്കൽ ഓൾട്ടറൻസ് എന്താണെന്ന് വെച്ചാൽ അത് ബീറ്റ് ടു ബീറ്റ് ഓൾട്ടറേഷൻ ഇൻ വൺ ഓർ മോർ കമ്പോണന്റ് ഓഫ് ECG. അത് ചിലപ്പോൾ P വേവിലാവാം, QRSലാവാം, T വേവിലാവാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക്കൽ ഓൾട്ടറൻസ് വിത്ത് സൈനസ് ടാക്കിക്കാർഡിയ ഈസ് എ റിലേറ്റീവ്ലി സ്പെസിഫിക് സൈൻ ഫോർ പെരികാർഡിയൽ എഫ്യൂഷൻ ഓഫൺ വിത്ത് കാർഡിയക് ടാമ്പോണേറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ പെരികാർഡിയൽ എഫ്യൂഷന്റെ കാർഡിയക് ടാമ്പോണേറ്റിന്റെ ഒരു ഫീച്ചറാണ് ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഓൾട്ടറൻസ്. Next question, most common cause of hypertension in adult. Essential hypertension, pheochromocytoma, renal artery stenosis, chronic glomerulonephritis. A. എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ? എസെൻഷ്യൽ ഹൈപ്പർടെൻഷൻ ആണ് മോസ്റ്റ് കോമൺ കോസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ബാക്കി ഈ കിഡ്നി കണ്ടീഷൻസ് അല്ലെങ്കിൽ മറ്റേ എൻഡോക്രൈൻ ഡിസീസസ്, കാർഡിയക് ഡിസീസസ്, ഇതെല്ലാം സെക്കൻഡറി കോസസ് ആണ്. അപ്പോൾ അതൊക്കെ വളരെ റെയർ ആണ്. മീൻസ് ഏറ്റവും കൂടുതൽ കാരണമായിട്ട് നമ്മൾ പറയുന്നത് ഇഡിയോപ്പതിക് ആണ്, മീൻസ് എസെൻഷ്യൽ ആണ് നമ്മൾ പറയുന്നത്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്ക് ഐഡന്റിഫൈബിൾ കോസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് എസെൻഷ്യൽ ഹൈപ്പർടെൻഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ ഓൾ അതർ ആർ causes for secondary hypertension. Pheochromocytoma, renal artery stenosis, chronic glomerulonephritis. Okay. Which of the following statement regarding hypertensive crisis is false? Hypertensive urgency is characterized by hypertensive crisis എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ hypertensive urgency ഉണ്ട്, hypertensive emergency ഉണ്ട്. Okay. So hypertensive urgency is characterized by marked elevation of blood pressure and rapidly evolving end organ damage. Next, hypertensive emergencies require immediate reduction of BP within minutes. Hypertensive urgency may be managed without extensive monitoring on an OP basis. None of the above. ഇതിന്റെ ആൻസർ അറിയാമോ? നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇതിന്റെ ആൻസർ അറിയാമോ ആർക്കെങ്കിലും? ഏതാണ്? സിഒ അതായത് ഹൈപ്പർടെൻസീവ് അർജൻസിയിൽ നമുക്ക് എൻഡ് ഓർഗൻ ഡാമേജ് ഉണ്ടാകും, എമർജൻസിയിലാണ് നമുക്ക് എൻഡ് ഓർഗൻ ഡാമേജ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ ഡിഫറൻസസ് എന്ന് ചോദിച്ചാൽ ഹൈപ്പർടെൻസീവ് എമർജൻസി ഉണ്ട്, അർജൻസി ഉണ്ട്. എമർജൻസിയിലാണ് ഈ പറഞ്ഞത് രണ്ടിടത്തും ദെർ വിൽ ബി മാർക്ഡ് എലിവേഷൻ ഓഫ് BP.
ഓക്കെ. പക്ഷെ എമർജൻസിയിലാണ് വിത്ത് എൻഡ് ഓർഗൻ ഡാമേജ് ഉണ്ടാവുന്നത്. അർജൻസിയിലാകുമ്പോൾ വിത്തൗട്ട് റാപ്പിഡ്ലി ഇവോൾവിങ് എൻഡ് ഓർഗൻ ഡാമേജ്. ഇത് നമുക്ക് രണ്ടിടത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇത്രയാണ് കട്ട് ഓഫ് വാല്യൂ എന്നൊന്നും പറയാനില്ല. പക്ഷെ ജനറലി ഹൈപ്പർടെൻസി എമർജൻസി നമ്മൾ പറയുമ്പോൾ ഇഫ് ദ സിസ്റ്റോളിക് ബി പി ഈസ് മോർ ദാൻ 220 അല്ലെങ്കിൽ ഡയസ്റ്റോളിക് ബി പി മോർ ദാൻ 120, ഇതാണ് നമ്മൾ ഒരു ജനറലി പറയുന്നത്. മറ്റിടത്ത് നമുക്ക് അതുപോലെ കട്ട് ഓഫ് വാല്യൂ ഒന്നുമില്ല. പക്ഷേ ഇറ്റ് ക്യാൻ ഓൾസോ അപ്രോച്ച് ദ സെയിം ലെവൽ ആസ് ഇൻ എമർജൻസീസ്. ഓക്കെ. പിന്നെ ഉള്ളത് എമർജൻസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ നമ്മൾ പെട്ടെന്ന് തന്നെ ബി പി കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്. സോ ദാറ്റ് ഷുഡ് ബി കൺട്രോൾഡ് വിത്തിൻ അവേഴ്സ്. ഓക്കെ. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ബി പി കുറയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പേഷ്യന്റിന് ഒരു ഇന്റൻസീവ് മോണിറ്ററിങ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ഇനി മറ്റേ അർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു എർജൻസി മാത്രമാണ്, എമർജൻസി അല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ബി പി കുറയ്ക്കണം. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഷുഡ് ബി കൺട്രോൾഡ് ഓവർ എ പീരീഡ് ഓഫ് അവേഴ്സ് ഓർ ഡേയ്സ്. അപ്പൊ നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു ഇന്റൻസീവ് മോണിറ്ററിങ് വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ ഹൈപ്പർടെൻസീവ് അർജൻസി എമർജൻസി എന്ന് പറയുന്നത്. സോ ബോത്ത് ആർ ഹൈപ്പർടെൻസീവ് ക്രൈസിസ്. So this is the last question. Gradient in pulmonary artery wedge pressure and left ventricular end diastolic pressure is seen in. Pulmonary artery wedge pressure ലെഫ്റ്റ് വെൻട്രിക്കുലർ ഡയസ്റ്റോളിക് പ്രഷറും തമ്മിൽ ഒരു ഗ്രേഡിയന്റ് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് സിറ്റുവേഷനിലാണെന്നാണ് ക്വസ്റ്റ്യൻ. അയോട്ടിക് റിഗർജിറ്റേഷൻ, കൺസ്ട്രക്റ്റീവ് പെരികാർഡൈറ്റിസ്, ലെഫ്റ്റ് ഏട്രിയൽ മിക്സോമ, പൾമനറി ത്രോംബോ എംബോളിസം. ആൻസർ അറിയാമോ? ഡി. പൾമനറി ആർട്ടറി വെഡ്ജ് പ്രഷർ എന്ന് പറയുമ്പോൾ അത് നമുക്ക് ശരിക്കും ലെഫ്റ്റ് ഏട്രിയൽ പ്രഷറിനെയാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ലെഫ്റ്റ് ഏട്രിയൽ പ്രഷറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം നമുക്ക് പൾമനറി ആർട്ടറി വെഡ്ജ് പ്രഷർ എന്ന് പറയും ഇൻഡയറക്ട്ലി. ഇനി ലെഫ്റ്റ് വെൻട്രിക്കുലർ എൻഡ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ പ്രഷറാണ്. സോ ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയ്ക്ക് ഒരു ഗ്രേഡിയന്റ് ഡെവലപ്പ് ചെയ്യാണ്. നോർമലി നമുക്ക് ഡയസ്റ്റോളിന്റെ ഒക്കെ സമയത്ത് there will not be any gradient, സീറോ ആയിരിക്കും നമ്മൾ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആ പ്രഷർ ഡിഫറൻസ് മാറുമ്പോഴാണ് നമുക്ക് ഗ്രേഡിയന്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നമുക്ക് ഏട്രിയും വെൻട്രിക്കിളും തമ്മിൽ ബ്ലഡ് ഫ്ലോയ്ക്ക് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പ്രഷർ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഏട്രിയും വെൻട്രിക്കിളിനും ഇടയ്ക്ക് നമുക്ക് ബ്ലഡ് ഫ്ലോയ്ക്ക് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ. ഇനി നിങ്ങൾക്ക് ആൻസർ പറയാമോ? ലെഫ്റ്റ് ഏട്രിയൽ മിക്സോമ. ഓക്കെ. അപ്പോൾ an increased gradient during diastole is suggestive of an obstructive lesion between left atrium and left ventricle. ഓക്കെ. അപ്പം അതുകൊണ്ടാണ് നമുക്കത് ഏട്രിയൽ മിക്സോമയിൽ മാത്രമല്ല മിട്രൽ സ്റ്റിനോസിസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഗ്രേഡിയന്റ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ. കോമണസ്റ്റ് ട്യൂമർ ഓഫ് മയോകാർഡിയം ഏതാണ്? ഏട്രിയൽ മിക്സോമ. മിക്സോമ. മോസ്റ്റ് കോമൺ ട്യൂമർ ഓഫ് കാർഡിയക് വാൽവ്സ് അത് പാപ്പിലറി ഫൈബ്രോ ഇലാസ്റ്റോമയാണ് കേട്ടോ. പാപ്പിലറി ഫൈബ്രോ ഇലാസ്റ്റോമ. ഓക്കെ. ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കാം. നമ്മൾ AR ഡിസ്കസ് ചെയ്തു, അയോട്ടിക് റിഗർജിറ്റേഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ഈ പോർഷൻസ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അയോട്ടിക് റിഗർജിറ്റേഷനിൽ നമ്മൾ ഒരു പൾസിനെ കുറിച്ച് പറഞ്ഞു, കൊറിയൻ പൾസ്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സൈൻസ് ഉണ്ട്. പെരിഫറൽ സൈൻസ് ഓഫ് അയോട്ടിക് റിഗർജിറ്റേഷൻ ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കൊറിയൻ പൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് എ റാപ്പിഡ് ആൻഡ് ഫോഴ്സ്ഫുൾ ഡിസ്റ്റൻഷൻ ഓഫ് ആർട്ടീരിയൽ പൾസ് വിത്ത് ക്വിക്ക് കൊളാപ്സ്. ഓക്കെ. ഇനി ഡി മസറ്റ് സൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക അയോട്ടിക് റിഗർജിറ്റേഷൻ്റെ ആയിട്ടുള്ള ഫീച്ചറാണിത്. ദർ വിൽ ബി ടു ആൻഡ് ഫ്രോ ഹെഡ് ബോബിംഗ്. ഓക്കെ. ഹെഡ് ബോബിംഗ് ഉണ്ടാവും. പിന്നെ മുള്ളർ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വിസിബിൾ പൾസേഷൻ.
ഈ സയൻസിന്റെ ഒക്കെ പേര് ഓർത്തിരിക്കുക, എന്താണെന്ന് എന്താണെന്നും കൂടി ഓർക്കണം. പക്ഷെ സയൻസ് ഈ ARലാണ് വരുന്നതെന്നുള്ളത് ഓർക്കുക. ഡി മെസറ്റ് സൈൻ എന്താണെന്ന് ചോദിച്ചാൽ there will be to and fro head bobbing. മുള്ളർ സൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസിബിൾ പൾസേഷൻ ഓഫ് യുവിള. ഓക്കെ, യുവിളയിൽ വരുന്ന വിസിബിൾ പൾസേഷൻ ആണ്. പിന്നെ ക്യുങ്കി സൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കാപ്പിലറി പൾസേഷൻ സീൻ ഓൺ ലൈറ്റ് കംപ്രഷൻ ഓഫ് നെയിൽ ബെഡിൽ നമുക്ക് കിട്ടുന്ന പൾസേഷൻസ് ആണ്. പിന്നെ ടോബെ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് സൗണ്ട് ഓവർ ദ ഫീമോറൽ ആർട്ടറിയിൽ കിട്ടുന്നതാണ്. ദെൻ ഡുറോസി സൈൻ എന്ന് പറഞ്ഞാൽ ഡു ഇറ്റ് ഹിയർഡ് ഓവർ ഫീമറൽ ആർട്ടറി ഓൺ ലൈറ്റ് കംപ്രഷൻ ബൈ സ്റ്റെതസ്കോപ്പ്. ദെൻ ഹിൽ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊപ്ലീറ്റിയൽ കഫ് പ്രഷർ എക്സീഡിംഗ് ബ്രേക്കിയൽ പ്രഷർ ബൈ 60 mmHg ഓർ ഗ്രേറ്റർ. ഇതാണ് ഹിൽ സൈൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ അയോട്ടിക് റീഗർജിറ്റേഷന്റെ പെരിഫറൽ സൈൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അയോട്ടിക് റീഗർജിറ്റേഷനിൽ നമുക്ക് മിക്കവാറും ഒരു ഹൈ റീഗർജിറ്റേഷൻ, അപ്പൊ പ്രോപ്പറായിട്ട് ബ്ലഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തേക്ക് പോകുന്നില്ല. അപ്പൊ നമുക്കൊരു കൂടുതലായിട്ട് നമുക്കൊരു എന്താണ് ഒരു വോളിയം ഓവർലോഡ് ഉണ്ടാവും. സോ അതായിരിക്കും പിന്നീട് ഇജക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി റിസൾട്ടിങ് ഇൻ ലാർജ് സ്ട്രോക്ക് വോളിയം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അത് പെരിഫറൽ റീജിയനിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല പൾസേഷൻസ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അത് ഡിഫറെന്റ് ഏരിയാസിൽ നമുക്ക് കിട്ടുന്ന ആ പെരിഫറൽ പൾസസ് ആണ് ഈ സൈൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കൊറിഗൻ പൾസ് മാത്രമല്ല, ഈ ബാക്കിയുള്ള സയൻസും ഇതിലാണെന്നൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ക്ലാരിഫിക്കേഷനോ ഏതെങ്കിലും പോർഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നെങ്കിൽ നിങ്ങൾ മടി കൂടാണ്ട് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കും കേട്ടോ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി. കാർഡിയോമയോപ്പതി എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തൊരു. ഏതാണ് കാർഡിയോമയോപ്പതി? ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനാ? കാർഡിയോമയോപ്പതി പോർഷൻ അല്ലേ? അതിന്റെ ടൈപ്സ് ഒക്കെ. ഓക്കെ. കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മയോകാർഡിയത്തിന് വരുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ്. അപ്പൊ അതിന്റെ ഫങ്ഷൻ മെക്കാനിക്കലി ഉള്ള ഡിസ്റ്റർബൻസും ആവാം, അല്ലെങ്കിൽ ഫങ്ഷണലി ഉള്ള ഡിസ്റ്റർബൻസും ആവാം. ഓക്കെ, അപ്പൊ അതായത് മറ്റ് കണ്ടീഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ കാർഡിയോമയോപ്പതി ആയിട്ട് പറയുന്നത്. ഓക്കെ, വേറെ ഒരു കോസും കൊണ്ടിട്ടല്ല ഈ പറയുന്ന മയോകാർഡിയൽ ഡിസ്റ്റർബൻസ്. ബിക്കോസ് മയോകാർഡിയം ഡിസീസ് നമുക്ക് വേറെ പല കണ്ടീഷൻസിൽ ഇപ്പൊ CAD അങ്ങനെയൊക്കെ നമുക്ക് കിട്ടാം. അപ്പൊ വേറെ എല്ലാ കണ്ടീഷൻസും എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ആണ് നമുക്ക് ഇത് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ കാർഡിയോമയോപ്പതി എന്ന് പറയും. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻറ്റ് എന്താ പറയാ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ മൂന്നുമാണ്. അതായത് ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതി, റെസ്ട്രിക്റ്റീവ് കാർഡിയോമയോപ്പതി, പിന്നെ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി. ഓക്കെ, അതിൽ മോസ്റ്റ് കോമൺ ടൈപ്പ് എന്ന് പറയുന്നത് ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതി ആണ്. അപ്പൊ ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതിയിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ വെൻട്രിക്കിൾസിന് ഡൈലറ്റേഷൻ സംഭവിക്കും. അപ്പൊ വെൻട്രിക്കിൾസിന് ഡൈലറ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞാലും ഹൈപ്പർട്രോഫി സംഭവിച്ചു കഴിഞ്ഞാലും എന്താ പറ്റുക, പ്രോപ്പറായിട്ട് നമുക്ക് ബ്ലഡിനെ പമ്പ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഡൈലേറ്റഡ് കാർഡിയോമയോപ്പതിയിൽ കൺട്രാക്റ്റൈൽ ഡിസ്ഫങ്ഷൻ ആണ് ഉണ്ടാകുന്നത്. അതായത് പ്രോപ്പറായിട്ട് കൺട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇജക്ഷൻ ഫ്രാക്ഷൻ, ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ബ്ലഡിന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഡോമിനന്റ് സിസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ ആണ് നമ്മൾ പറയുന്നത്. സോ ഹാർട്ടിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡൈലറ്റേഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ബലൂൺ ഷേപ്ഡ് ഹാർട്ട് അല്ലെങ്കിൽ ഗ്ലോബുലാർ ഹാർട്ടാണ് അവർക്ക് ഫീച്ചർ ആയിട്ട് കിട്ടുന്നത്. ഇനി റെസ്ട്രിക്റ്റീവിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ നിങ്ങൾ ഓർക്കുക, അതായത് റെസ്ട്രിക്ഷൻ, എന്തിനോ ഒരു റെസ്ട്രിക്ഷൻ ആണ് സംഭവിക്കുന്നത്. അപ്പൊ ഹാർട്ടിന്റെ ഫില്ലിങ്ങിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ ആണ്, ഡോമിനന്റ് ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ ആണ്. അവിടെ ഇജക്ഷൻ ഫ്രാക്ഷൻ കുറച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജനറ്റിക് ഡിസീസാണ്, ഓട്ടോസോമൽ ഡോമിനന്റ് പാറ്റേണിൽ വരുന്ന ഒരു ജനറ്റിക് കണ്ടീഷൻ ആണ്. അപ്പൊ ഇത് കണ്ടാണ് മിക്കവാറും സഡൻ ഡെത്ത് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടത്തെയും ഫീച്ചർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഗെയിൻ എ ഡയാസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ. ഓക്കെ. പിന്നെ അവിടുത്തെ ഇജക്ഷൻ, പക്ഷേ ഇജക്ഷൻ ഫ്രാക്ഷൻ കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് മോർ ദാൻ 60%. അപ്പോൾ ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതിക്ക് കുറേ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ സെപ്റ്റത്തിനെയാണ്, വെൻട്രിക്കിൾസിന്റെ സെപ്റ്റത്തിലാണ് നമ്മൾ ഈ ഹൈപ്പർട്രോഫി മെയിൻലി നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ സെപ്റ്റവും നമ്മുടെ ലീഫ്ലെറ്റ്സും മിട്രൽ ലീഫ്ലെറ്റ്സും തമ്മിൽ ഉള്ള എന്താണ് ഗ്യാപ്പ്, അതിങ്ങനെ അടുത്തതിരിക്കും. അതിനെയാണ് നമ്മൾ അടുത്തിങ്ങനെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇറ്റ് വിൽ ബി കോസിങ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഔട്ട്ഫ്ലോ ഒബ്സ്ട്രക്ഷൻ. ഓക്കെ. അപ്പം ഈ സെപ്റ്റത്തിലാണ് ഹൈപ്പർട്രോഫി ഉണ്ടാവുന്നത്. സോ സെപ്റ്റത്തിന് ഹൈപ്പർട്രോഫി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇറ്റ് വിൽ ബി കോസിങ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ട്രാക്ട് ഔട്ട്ഫ്ലോ, അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്കുള്ള ബ്ലഡ് ഫ്ലോയിനെ അത് ബാധിക്കും. ഓക്കെ. അപ്പോൾ അതിങ്ങനെ നമ്മുടെ ഈ മിട്രൽ ലീഫ്ലെറ്റ്സും ഈ പറയുന്ന ഏരിയയും തമ്മിൽ ഇങ്ങനെ ഒപ്പോസ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ബ്ലഡ് ലോഡ് കൂടുന്ന കണ്ടീഷൻസിൽ, ബ്ലഡ് ഫ്ലോ കൂടുന്ന കണ്ടീഷൻസിലൊക്കെ ഇവിടുത്തെ മർമർ കുറവായിരിക്കും എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്ന മർമർ എന്തായിരിക്കും, പ്രോപ്പറായിട്ട് ഔട്ട്ഫ്ലോയ്ക്കാണ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ സിസ്റ്റോളിന്റെ സമയത്തായിരിക്കും നമുക്ക് മർമർ കേൾക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ മർമർ ക്രസൻഡോ ഡീക്രസൻഡോ മർമർ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ക്രസൻഡോ ഡീക്രസൻഡോ മർമർ അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്ഡ് മർമർ വിച്ച് വിൽ ബി ഹിയർ ഡ്യൂറിങ് സിസ്റ്റോൾ. അപ്പൊ ബ്ലഡ് കൂടുതൽ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ഇതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്, അതായത് ഈ ഒബ്സ്ട്രക്ഷൻ കുറച്ച് കുറഞ്ഞിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ് മർമറിന്റെ ഇന്റൻസിറ്റി കുറയുന്നു എന്ന് നമ്മൾ പറഞ്ഞത്. നമ്മൾ വാൽസാൽവ മാനോറും സ്റ്റാൻഡിങ്ങും ഒക്കെ പറഞ്ഞപ്പോൾ ഒരു ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞത്, ബാക്കിയെല്ലാം കുറയുമ്പോൾ ഇതിന്റെ ഇന്റൻസിറ്റി കൂടുകയാണ്. ഓക്കെ. അപ്പൊ അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബ്ലഡ് കൂടുതൽ ഉണ്ടാവുന്ന കണ്ടീഷൻസിൽ, ഓക്കെ, അതായത് വീനസ് റിട്ടേൺ ഒക്കെ കൂടുതലായിട്ട് വരുന്ന കണ്ടീഷൻസിൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഒബ്സ്ട്രക്ഷൻ കുറവ് പോലെ ഫീൽ ചെയ്യും. സോ മർമറിന്റെ ഇന്റൻസിറ്റി കുറയും. ഓക്കെ ആണോ? പിന്നെ ഉള്ളത് ഇവിടെ നമുക്ക് കിട്ടുന്ന പൾസ് ബിസ്ബെറിയസ് പൾസ് ആണ്. പിന്നെ ബ്രിസ്ക് കെരോട്ടിഡ് അബ്സ്ട്രോക്ക് നമുക്ക് കിട്ടും. ഇവിടുത്തെ ഹാർട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബൂട്ട് ഷേപ്ഡ് ഹാർട്ടാണ്. ഹൈപ്പർട്രോഫിക്കിൽ ബൂട്ട് ഷേപ്ഡ് ഹാർട്ടും ഡൈലേറ്റഡിൽ നമുക്ക് ഗ്ലോബുലാർ ഹാർട്ടും ആണ് കിട്ടുന്നത്. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു.